നാടകവേദികളിലൂടെ അഭിനയരംഗത്തേക്കെത്തിയ നടിയാണ് ബാംഗ്ലൂർ സ്വദേശിയായ ധന്യ ബാലകൃഷ്ണ. നാടകാഭിനയം കൂടാതെ മോഡലിംഗും ചെയ്തിരുന്ന താരം 2011 ഏഴാം അറിവ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സിനിമ അഭിനയരംഗത്തേക്ക് ചുവടുവയ്ക്കുന്നത്. തുടർന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. 2017 ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് ധന്യ മലയാള സിനിമയിലും എത്തി. അതിനുശേഷം പൂഴിക്കടകൻ എന്ന സിനിമയിലും അഭിനയിച്ചു. ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാം റിലീസിനൊരുങ്ങുമ്പോൾ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി ധന്യ ബാലകൃഷ്ണയുടേത് എന്ന പേരിൽ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ്. 2012 താരം തമിഴ് ജനതയെ പരിഹസിച്ച് പോസ്റ്റ് പങ്കുവച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത്. ഇതൊരു വ്യാജ പോസ്റ്റാണെന്നും 12 വർഷം മുൻപ് വ്യക്തത വരുത്തിയ കാര്യമാണ് ഇപ്പോൾ തന്റെ പേരിൽ വീണ്ടും പ്രചരിക്കുന്നതെന്നും ഈ സംഭവത്തിൽ താൻ നിസ്സഹായയാണെന്നും നടി പറയുന്നു. ട്രോളുകൾക്കായി ചിലർ ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ടാണത്. എന്റെ പ്രൊഫഷനെ വെച്ച് ഞാൻ പറയുന്നു, അത്തരമൊരു പ്രസ്താവന താൻ നടത്തിയിട്ടില്ല. 12 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതിൽ വ്യക്തത വരുത്തിയിരുന്നു. ട്രോളുകൾക്കായി ചിലർ ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ടാണത്. എനിക്കും കുടുംബത്തിനും പല തരത്തിലുള്ള ഭീഷണികൾ വന്നത് മൂലമാണ് 12 വർഷത്തോളമായി ഒന്നും പുറത്തു പറയാതിരുന്നതെന്നും ധന്യ പറയുന്നു. ഞാൻ തമിഴ് സിനിമയിലൂടെയാണ് കരിയർ ആരംഭിച്ചത്. ഇവിടെ ജോലി ചെയ്യുന്നതിൽ ഞാൻ എന്നും തമിഴകത്തോട് കടപ്പെട്ടവളായിരിക്കും. എനിക്ക് നിരവധി തമിഴ് സുഹൃത്തുക്കളുമുണ്ട്. തമാശയായി പോലും ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ല. തമിഴ് പ്രേക്ഷകരാണ് എന്റെ ആദ്യ ഓഡിയൻസ്. ഈ വർഷകാലം എനിക്കൊപ്പം നിന്ന് ധൈര്യം തന്നതും അവരാണ്. രാജാറാണി, നീ താനേ എൻ പൊൻവസന്തം, കാർബൺ എന്നിങ്ങനെ 3 തമിഴ് സിനിമകളും വെബ് സീരീസും ചെയ്തത് ഈ സംഭവം നടന്നതിനു ശേഷമാണ്. എനിക്കൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആ പ്രസ്താവനയിലുള്ളത് എന്റെ വാക്കുകളുമല്ല. നിർഭാഗ്യവശാൽ എന്റെ പേരും അതിനോടൊപ്പം ചേർക്കപ്പെട്ടു. എന്തെങ്കിലും തരത്തിൽ തമിഴ് മക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ വിഷയം കാരണം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന രജനികാന്ത് സാറിനോടും ഐശ്വര്യ രജനികാന്തിനോടും രജനി സാറിന്റെ ആരാധകരോടും ക്ഷമ ചോദിക്കുന്നു. ഞാൻ ബലഹീനയും നിസ്സഹായയുമാണ്. നിങ്ങൾ തന്നെ ഈ വിഷയത്തിൽ സത്യം കണ്ടെത്തുമെന്നാണ് എന്റെ വിശ്വാസമെന്നും ധന്യ ബാലകൃഷ്ണ പറഞ്ഞു. 2012 IPL മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെന്നൈ സൂപ്പർ കിങ്സിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ നടി ധന്യയുടേതെന്ന് പറയപ്പെടുന്ന പോസ്റ്റാണ് സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും വൈറലായത്. പ്രിയപ്പെട്ട ചെന്നൈ, നിങ്ങൾ വെള്ളം ചോദിച്ചു, ഞങ്ങളത് നൽകി. നിങ്ങൾ വൈദ്യുതി ചോദിച്ചു, ഞങ്ങളത് നൽകി. ഇപ്പോൾ ഞങ്ങളുടെ കാരുണ്യത്തിൽ നിങ്ങൾ പ്ലേ ഓഫിലേക്ക് പോകുന്നു എന്നായിരുന്നു പോസ്റ്റ്. കർണാടക സ്വദേശിയായ ധന്യ ബാലകൃഷ്ണ ഏഴാം അറിവ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത്. തെലുങ്ക്, കന്നഡ സിനിമകളിൽ സജീവമായ നടി അവസാനം പ്രത്യക്ഷപ്പെട്ടത് ഉണ്ടേണമ എന്ന കന്നഡ സിനിമയിലാണ്.